നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ ഹിരണ്യാക്ഷവധവും ഭൂദേവി മോചനവുമെന്ന 13-ാം ദശകത്തിലെ 8-ാമത്തെ ശ്ലോകമാകുന്നു. മഹാകായസോയം തവ കരസരോജപ്രമദിധോ ഗളദ്രക്തോത്രാദവദത് ഹൃഷിഭിഃ ശ്ലാഘിതഹതിഃ തദാ ത്വാം ഉദ്ദാമപ്രമദഭരവിദ്യോതിഹൃദയാ മുനീന്ദ്ര സാന്ദ്രാഭിഃ തുധിവിരനുവന്നധ്വരതനും. ഇനി പ്രസ്തുത ശ്ലോകത്തിലെ പദച്ഛേദം ശ്രദ്ധിക്കുക. മഹാകായഃ സഹ അയം കരസരോജപ്രമദിധഃ ഗളദ്വക്ത്രഃ വക്ത്രാത് അബദത് ഋഷിഭിഃ ശ്ലാഘിതഹതിഃ തദാ ത്വാം ഉദ്ദാമപ്രമദഭരവിദ്യോതിഹൃദയാ മുനീന്ദ്രാः സാന്ദ്രാഭിः സ്തുതിഭിः അനുവൻ അധ്വരതനും. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. സഹ അയം മഹാകായഃ തവ കരസരോജപ്രമഥിതഃ വക്ത്രാത് ഗളദ്രക്തഃ ഹൃഷിഭിः ശ്ലാഘിതഹതിഃ അപതത് തദാ മുനീന്ദ്രാः പ്രമദഭരവിദ്യോതിഹൃദയാः അധ്വരതനും ത്വാം സാന്ദ്രാഭിः സ്തുതിഭിः അനുവൻ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. മഹാശരീരനായ ആ അസുരൻ ഹിരണ്യാക്ഷൻ താമരപ്പൂ പോലെ മനോഹരമായ അങ്ങയുടെ കൈയുടെ അടിയേറ്റ് മഹർഷിമാർ ആ അങ്ങയുടെ താടനത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കെ വായിൽ നിന്നും രക്തം വമിച്ചുകൊണ്ടു നിലം പതിച്ചു. അപ്പോൾ സന്തോഷാതിരേകത്താൽ പ്രഫുല്ല മാനസരായിത്തീർന്ന മുനിവര്യന്മാർ യജ്ഞസ്വരൂപനായ അങ്ങയെ ഉറക്കെ വാഴ്ത്തി സ്തുതിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു എന്ന് സാരം. നമസ്തേ.